ഹലോ കുട്ടികളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കുഞ്ഞുമണി നല്ല ഉറക്കമാണ്. എന്നാൽ നമുക്ക് വേഗം പോയി ഒന്ന് മുഖമെല്ലാം കഴുകി ഫ്രഷായിട്ട് നേരെ അടുക്കളയിൽ കയറി അങ്ങ് ചോറ് വെച്ചു. ചോറ് അവിടെ അടുപ്പേ കിടന്നാകുമ്പോഴത്തേനും എന്നാൽ പോയി ചായ വെക്കാമല്ലോ എന്ന് പറഞ്ഞു നേരെ ചായ വെക്കാൻ വേണ്ടി പോയി. കുഞ്ഞിനുള്ള പാലെടുത്ത് മാറ്റി വെച്ച് ബാക്കി ഞാനങ്ങ് ചായയാക്കി. എന്നാൽ ചായ കുടിച്ചിട്ട് തന്നെ ബാക്കിയുള്ള പണിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം പുറത്തേക്ക് പോയിരുന്ന് ചായ കുടിച്ചു. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ പിന്നെ ഒരു 10-11 മണി വരെ വിശക്കൊന്നുമില്ല. നമുക്കെല്ലാ പണിയും സ്പീഡിൽ ചെയ്യാം. അങ്ങനെ വേഗം പോയി വാമിപ്പെണ്ണിനെ എഴുന്നേൽപ്പിക്കലായി. വാമീനെ അംഗൻവാടിയിലും വിടണം. അങ്ങനെ വാമീനെ എടുത്തുകൊണ്ട് പോയി ബ്രഷെല്ലാം ചെയ്യിച്ച് ഫ്രഷാക്കി കേട്ടോ. എനിക്കൊരു ദിവസത്തെ ഏറ്റവും വലിയ പണിയാണ് കേട്ടോ വാമീനെ അംഗൻവാടി കൊണ്ടുപോയി വിടുന്നത്. വാമീനെ എഴുന്നേൽപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടേറിയ പണിയാണ്. അങ്ങനെ വാമിക്കുള്ള പാലും എടുത്തിട്ട് വാമിക്കത് കൊടുത്തു. അന്നേരത്തിനും ഇതാ നമ്മുടെ കുഞ്ഞുമണി ഇവിടെ എഴുന്നേറ്റ് റെഡിയായി നിൽപ്പുണ്ട്. അങ്ങനെ കുഞ്ഞിനുള്ള പാലെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ വേഗം ഉച്ചത്തേക്കുള്ള പരിപാടിയാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് മീനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചായിരുന്നു. തലേ ദിവസമേ മീൻ വാങ്ങി വെച്ചുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് എന്തെങ്കിലും അത് ചെയ്യാമല്ലോ. അങ്ങനെ മീനെടുത്ത് പുറത്ത് വെച്ച് സാമ്പാറാക്കാമല്ലോ എന്ന് പറഞ്ഞ് പരിപ്പെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു. പരിപ്പ് എവിടെയാണ് വെച്ചതെന്ന് നോക്കിയിട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പരിപ്പ് കിട്ടി. അങ്ങനെ പരിപ്പ് കഴുകി ചട്ടിയിലേക്ക് ഇട്ടു. നമുക്ക് പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാവിലെ തന്നെ തീർത്ത് വെക്കണം. കുറച്ച് കഴിയുമ്പോൾ വെയിലെല്ലാമായി ചൂടായാൽ പിന്നെ കുഞ്ഞും ഒട്ടും നിൽക്കുകയില്ല. കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വാമിക്ക് വേണ്ടി ഒരു മുട്ടയും കൂടെ പുഴുങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ടയും കൂടി അങ്ങ് പുഴുങ്ങി. ഇതാകട്ടെ എനിക്ക് വീട്ടിലെ ഏറ്റവും വലിയ ടാസ്ക്, വാമിക്ക് ഭക്ഷണം കൊടുക്കൽ. കഴിക്കത്തേയില്ല, എപ്പോഴും വാശിയും കളിയും തന്നെ. അംഗൻവാടിയിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് വേണ്ടേ പോവാൻ. അംഗൻവാടിയിൽ ചെന്നാൽ പിന്നെ 10-11 മണിയാകുമ്പോൾ അവിടെ ഓരോരോ സാധനങ്ങൾ കൊടുക്കും കഴിക്കാൻ. അങ്ങനെ വാമിക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് വാമീനെ അമ്മ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞ് അമ്മ വാമീനെ എടുത്തിട്ട് പോയി. ഞാൻ അന്നേരത്തിനും പോയി റെഡിയായി. വാമീനെ അംഗൻവാടി കൊണ്ടുപോയി വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി അങ്ങ് റെഡിയായി. എന്നാൽ പിന്നെ വാമീനെയും കൂടി അങ്ങ് റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ വാമി കുളിച്ചെല്ലാം വന്ന് കുപ്പായെല്ലാം ഇട്ടിട്ട് ഒരാൾക്ക് ഉറക്കക്ഷീണം മാറിയില്ല. എന്നിട്ട് എന്നോട് ഒരേ അലമ്പാക്കുമായിരുന്നു, മുടി കെട്ടണ്ട അങ്ങനെയാ ഇങ്ങനെയാന്നെല്ലാം പറഞ്ഞ്. അങ്ങനെ വാമിയുടെ മുടിയെല്ലാം കെട്ടി കുറച്ച് പൗഡറെല്ലാം ഇട്ട് പൊട്ടെല്ലാം കുത്തി വാമീനെ അങ്ങനെ വേഗം റെഡിയാക്കാൻ വേണ്ടി തുടങ്ങി. സ്കൂളിൽ പോകുന്ന പിള്ളേരുള്ള അമ്മമാർക്കെല്ലാം അറിയാമല്ലോ പിള്ളേരെ വിടുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അങ്ങനെ ഓരോന്നെല്ലാം പറഞ്ഞു എല്ലാം ചെയ്ത് വാമീനെ അങ്ങനെ വേഗം റെഡിയാക്കി. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരമുണ്ട് അംഗൻവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും വാമിപ്പെണ്ണും ഇവിടെ റെഡിയായി. എന്നാൽ ഞാൻ പോയി വരുമ്പോഴത്തേനും അമ്മ കുഞ്ഞിനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുന്ദരിമണി ഇതാ ഇവിടെ എണ്ണ തേച്ച് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ അംഗൻവാടിയിൽ പോയി ഞങ്ങൾ തിരിച്ചെത്തി. അന്നേരത്തിനും എൻ്റെ കുഞ്ഞ് നല്ല സുന്ദരിയായി കുളിച്ച് റെഡിയായിട്ട് നിന്നു. പിന്നെ വിശന്നിട്ടൊന്നും വയ്യ. തലേ ദിവസത്തെ മീൻകറി ഉള്ളതുകൊണ്ട് ഇച്ചിരി ചോറും കൂടി എടുത്ത് ചോറും മീൻകറിയും കൂടി അങ്ങ് വേഗം കഴിച്ചു. അങ്ങനെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം മീനെന്നാൽ മുറിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം മീൻ മുറിക്കാൻ വേണ്ടി തുടങ്ങി. ഈ മീനിൻ്റെ പേരെന്നാന്നൊന്നും അറിയത്തില്ല, മണങ്ങോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത്, കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ചടപടേ ചടപടേ എന്ന് പറഞ്ഞ് നമ്മുടെ മീൻ അങ്ങ് മുറിച്ച് റെഡിയാക്കി വെച്ചു. എന്നാൽ മീൻ വറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് അങ്ങ് പുരട്ടി അങ്ങ് വെച്ചു. എല്ലാം മസാലയെല്ലാം ഇട്ട് അങ്ങ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് വറുത്തെടുത്താൽ മതിയല്ലോ. ഏട്ടൻ ചോറ് കഴിക്കാൻ വരുമ്പോൾ 2:30-2:45 ആവും. വാമീനെ കൂട്ടിയിട്ടാണ് വരുന്നത്. അന്നേരത്തിന് റെഡി ആയാൽ മതി നമ്മുടെ മീനെല്ലാം. അന്നേരം വേഗം പോയി നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ട് സാമ്പാർ നല്ല വേവിച്ച് വെച്ചായിരുന്നു. എന്നാൽ അതിലേക്ക് കടുക് വറുത്തിടാലോ എന്ന് പറഞ്ഞിട്ട് വേഗം പോയി സാമ്പാറിനുള്ള കടുക് വറുത്തിട്ട് നേരെ സാമ്പാറിലേക്ക് ഇട്ടു. ഇന്ന് നമ്മൾ പൊടിയിട്ട സാമ്പാറാണ് കേട്ടോ ആക്കിയത്. എല്ലാ ദിവസവും അരച്ച് വെക്കുമ്പോൾ ഒരു ദിവസം വേറെ രീതിയിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മീനും കൂടി അങ്ങ് വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ മീൻ അങ്ങ് വറുത്തു. കറിവേപ്പില തീർന്നുകൊണ്ട് തന്നെ മീനിൽ കറിവേപ്പില ഇട്ടില്ല. അങ്ങനെ നമുക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് അരിയും കൂടി അങ്ങ് അരച്ച് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം പോയി
അരിയെല്ലാം ഒരു 3-4 വട്ടം കഴുകിയെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങ് അരയ്ക്കാൻ വേണ്ടി വെച്ചു. മിക്സിയുടെ ഈ ജാർ എടുക്കാതെ കുറേ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 8ൻ്റെ പണി കിട്ടി. മിക്സി ഇട്ടടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം അങ്ങ് പൊട്ടിപ്പോയി. വേഗം തന്നെ മറ്റേ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ മാവെല്ലാം കൂടി ഒഴിച്ചിട്ട് വേഗം അരച്ചെടുത്തു. ഏട്ടന് വൈകുന്നേരം ചോറിനെക്കാട്ടും ഇഷ്ടം എന്തെങ്കിലും പലഹാരം കിട്ടുന്ന, അതുകൊണ്ട് രാവിലെ തന്നെ എന്തെങ്കിലും അരി അങ്ങ് അരച്ച് വെച്ചാൽ നമുക്ക് രാത്രിയിലേക്ക് എടുക്കാമല്ലോ. അങ്ങനെ ആ മാവ് നല്ലോണം ഇളക്കി അങ്ങ് മൂടി വെച്ചു. സാമ്പാറും മീൻ വറുത്തതും റെഡിയായി. എന്നാൽ എന്തെങ്കിലും തോരനും കൂടെ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുരിങ്ങയില കഴുകി പുറത്ത് കസാരയിൽ വെച്ചായിരുന്നു. അതിൻ്റെ വെള്ളമെല്ലാം വാർന്നപ്പോൾ നേരെ മുരിങ്ങയില എടുത്തുകൊണ്ട് വന്നിട്ട് വേഗം വൃത്തിയാക്കാൻ തുടങ്ങി. മുരിങ്ങയില വൃത്തിയാക്കാൻ കുറച്ച് പാടാണെങ്കിലും തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ വേഗം മുരിങ്ങയിലെല്ലാം വൃത്തിയാക്കി എടുത്ത് അത് അരിയും കൂടെ ചെയ്തേ അരിഞ്ഞു വെച്ചു ഒരു പാത്രത്തിലേക്ക്. കുഞ്ഞ് കുളിച്ചുറങ്ങിയത് കൊണ്ട് തന്നെ അമ്മ വേഗം നമുക്ക് കുറച്ച് അരി പൊടിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അരിയും ഗോതമ്പും എല്ലാം കൂടെ കഴുകി പുറത്ത് പായൽ വിരിക്കുന്നുണ്ടായിരുന്നു. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലയ്ക്ക് വേണ്ടതെല്ലാം കടുകെല്ലാം പൊട്ടിച്ച് നമ്മുടെ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് ഇളക്കി. അല്ലെങ്കിൽ നമ്മുടെ ഇലക്കറികളെല്ലാം വെക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഇല വേഗം തന്നെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ നല്ലോണം ഇളക്കി അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. തേങ്ങ ആദ്യം തന്നെ നമ്മൾ ഇടാറില്ല. തേങ്ങ നമ്മുടെ ഇല കുറച്ച് വെന്ത് കഴിയുമ്പോഴാണ് തേങ്ങ ഇട്ട് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ തേങ്ങ ഇടുമ്പോൾ ചെറുതായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് വേഗം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ തോരനും എല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി എല്ലാം ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് നമ്മുടെ അടുക്കള വൃത്തിയാക്കുന്നത്. അങ്ങനെ വേഗം തന്നെ നമുക്ക് അടുക്കളയെല്ലാം പോയി വൃത്തിയാക്കാം. അപ്പം ഞാൻ അടുക്കള വൃത്തിയാക്കട്ടെ. അങ്ങനെ അടുക്കളയെല്ലാം വൃത്തിയാക്കിയാൽ നമുക്ക് കുറച്ച് പോയി റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.